ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ബിടെക് സിംപ്ലിഫൈഡ്. അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കുന്ന കീം എക്സാം നാളെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കീമിന് ഒരു ഫൈനൽ ലാബ് ക്വസ്റ്റ്യൻസ്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചില റിപ്പീറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഉള്ള പ്രോബ്ലംസ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ എടാ ഈ ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ദ റേഞ്ച് ഓഫ് ദിസ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താ പേര് പറയുന്നത്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4. അപ്പോൾ സ്ക്വയർ റൂട്ട് ഉള്ള ടൈപ്പിന്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഗ്രാഫ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടേ. ഓക്കെ, അപ്പൊ ഇത് കണ്ടാൽ തന്നെ അറിയാം ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലെ. 4ന്റെ പകുതി 2ന്റെ സ്ക്വയർ 4 അവിടെ ആഡ് ചെയ്തത്, അപ്പൊ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ അല്ലടാ ഇത്. അപ്പൊ നമുക്കറിയാം, എൻട്രൻസ് പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് അറിയായിരിക്കും. എന്താ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, മോഡ് എക്സ് എന്നാ നമ്മൾ പറയാം അല്ലെ. അപ്പൊ ഇതെന്തായിരിക്കും, മോഡ് ഓഫ് എക്സ് പ്ലസ് 2. അപ്പൊ നമുക്ക് മോഡ് എക്സിന്റെ ഗ്രാഫ് പറയാം. മോഡ് എക്സിന്റെ ഗ്രാഫ് ഇങ്ങനല്ലേ, ഡൊമൈൻ എന്താ, റിയൽ നമ്പർ, റേഞ്ച് 0 to infinity അല്ലെ, 0 to infinity. ഇനി മോഡ് എക്സ് പ്ലസ് 2ന്റെ ഗ്രാഫ് എന്തായിരിക്കും, 2 യൂണിറ്റ് ബാക്കോട്ട് ആവല്ലേ ചെയ്യാം. ഓക്കെ, 2 യൂണിറ്റ് ബാക്കോട്ട് ആകുന്ന ഇതൊരു -2 ഇങ്ങനെ കയറി പോകും. അപ്പൊ റേഞ്ച് എന്താ, നമ്മൾ y വാല്യൂസ് ആണ് നോക്കുന്നത്. അപ്പൊ ഇത് 0 മുതൽ ഇൻഫിനിറ്റി വരെ പോകണം. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും, 0 to infinity. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ, അപ്പൊ ഇത് ഒരു ഷിഫ്റ്റിൽ തന്നെ ചോദിച്ചാണ്. ഇത് മൂന്നാമത്തെ ക്വസ്റ്റിന് നാലാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിന്റെ ഡൊമൈനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എന്താ പറയുന്നത്, ഡൊമൈൻ ഓഫ് ദിസ് ഫംഗ്ഷൻ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2. ഡൊമൈൻ കണ്ടുപിടിക്കാൻ റൂട്ടിന്റെ അകത്ത് എന്ത് ഫംഗ്ഷൻ വന്നാലും ഡൊമൈൻ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യാം. എന്തുകൊണ്ട് അത് നെഗറ്റീവ് ആവാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഉള്ള ഫംഗ്ഷൻ എന്ത് ചെയ്യാം, ഫംഗ്ഷൻ ആണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഫംഗ്ഷൻ എന്ത് ചെയ്യുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0ക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ എന്താ എന്താ വരാൻ പോകുന്നത്, ശ്രദ്ധിച്ചോളാം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ ഇതെന്തായിരിക്കും, ഇത് നമുക്കൊന്ന് ലീനിയർ ഫാക്ടർ ആക്കി എഴുതിയ x-1 എക്സ് പ്ലസ് 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇത് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടാൻ പോകുന്നത്, either x-1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഓർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2 അങ്ങനെ കിട്ടാൻ പോകും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വെയ്വി കർവ് മെത്തേഡ് എന്നിട്ട് മെത്തേഡ് ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയില്ല. ഈ ആദ്യം കാണുന്ന ഈ ഫാക്ടർ അല്ലേ, ഇതിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുക, x-1. അപ്പൊ എന്ത് കിട്ടും, ഒരു ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടും, അത് 1 ആയിരിക്കും. ഇത് എക്സ് പ്ലസ് 2, ഇതിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുക, -2 കിട്ടും. ഇനി നമുക്ക് ഇത് പോസിറ്റീവ് ആയിട്ടുള്ള റീജിയനെ കണ്ടുപിടിക്കേണ്ടത്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ. അപ്പൊ ഈ -2ന്റെ 1ന്റെ ഇടയിൽ ഒരു നമ്പർ പറ, 0 കൊടുക്കുക. അപ്പൊ എന്താ കിട്ടുക, 0 - 1 0 + 2, അത് നെഗറ്റീവ് അല്ലേ. അപ്പൊ ഞാൻ ഗ്രാഫ് താഴോട്ടാക്കി വരും. ഓക്കെ, ഇനി 1ന്റെ അപ്പുറത്തുള്ള ഒരു നമ്പർ പറ, 2 കൊടുത്തോ. അപ്പൊ എന്ത് കിട്ടും, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, സൈന് മാത്രം നോക്കാം നമ്മൾ, വാല്യൂക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. ഇവിടെ കൊടുത്താലും പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടെ എന്തുണ്ട്, -∞ ഉണ്ട്, ഇവിടെ +∞ ഉണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ വരുന്ന പോകുന്നത് എന്താ, -∞ to -2 കൊടുക്കാൻ പറ്റുമോ, പറ്റും, കാരണം ഇത് 0 ആയാലും പ്രശ്നമില്ല. അപ്പൊ -2 ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, യൂണിയൻ 1 to infinity. യൂണിയൻ 1 ആണ് ഇത്. ഓക്കെ, 1 to infinity ആയിരിക്കും നമ്മുടെ ആൻസർ, യൂണിയൻ 1 to infinity. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വളരെ ഷുവർ ആട്ടോ, എല്ലാ ഷിഫ്റ്റിലും ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ വേറൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ത്, സ്ക്വയർ റൂട്ട് ഓഫ് 7 മൈനസ് 11x, ഇതിന്റെ ഡൊമൈൻ. അപ്പൊ നിങ്ങൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മുടെ നിങ്ങൾക്ക് അറിയായിരിക്കും, വേണമെങ്കിൽ ഞാൻ ഒരു വേറെ ടൈപ്പ് കൂടെ പറഞ്ഞുതരാം. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ, ഇങ്ങനത്തെ ടൈപ്പ് ഒക്കെ ഇല്ലേ. അപ്പോൾ ഇത് സെമി സർക്കിൾ ആയിരിക്കും, കാരണം x² + y² ഈക്വൽ ടു ഇതിന് ഇങ്ങനെ y ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ. സ്ക്വയർ ചെയ്തിട്ട് മാറ്റുമ്പോൾ x² + y² ഈക്വൽ ടു 9 എന്നാ. അപ്പോൾ ഒരു റൂട്ട് ഇൻക്ലൂഡ് ചെയ്തതിന്റെ അർത്ഥം എന്താ, ഒരു സെമി സർക്കിൾ ആയിരിക്കും. ഓക്കെ, -3 മുതൽ 3 വരെ ആയിരിക്കും അതിന്റെ ഡൊമൈൻ വാല്യൂസ്. റേഞ്ച് എന്തായിരിക്കും, 0 to infinity. അപ്പൊ അങ്ങനെ ഒരു ഐഡിയ ഒക്കെ ഉണ്ട്, അതൊക്കെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ അടിച്ചു വെക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. y² = 8x be the equation of the parabola. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ ആർബിട്രറി പോയിന്റ് ഓൺ ദി പരാബോള, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കുറെ ഓപ്ഷൻസും ഉണ്ട്. അപ്പം ഏതൊരു ആർബിട്രറി പോയിന്റ് എന്ത് ചെയ്യണം, ഫംഗ്ഷന്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എൻട്രൻസ് പഠിക്കുന്ന ആൾക്കാർക്ക് ഇതിനെ പാരാമെട്രിക് ഇക്വേഷനൊക്കെ അറിയായിരിക്കും. നിങ്ങൾക്ക് ഇത് അറിയില്ല എന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ എങ്ങനെ ചെയ്യണം, ഓരോ ഇക്വേഷനും അത് ഓരോ ഓപ്ഷനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുമ്പോൾ എന്താ കിട്ടുക, 4t² സ്ക്വയർ ഈക്വൽ ടു 8 × 2t ആണോ, അല്ല, കാരണം ഇത് 16t⁴ അവിടെ ഒരു ടി വരുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ ഓപ്ഷൻ നോക്ക്, ഈ ഓപ്ഷൻ 4t സ്ക്വയർ എന്താ, 16t². ഓക്കെ, ഈക്വൽ ടു 8 × 2t². 8 × 2t² എന്ന് പറഞ്ഞാൽ 16t². അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഇ ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വേറെ ഓപ്ഷൻ ഒന്നും സാറ്റിസ്ഫൈ ചെയ്യൂല, വേണം എടുത്തിട്ട് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ അതായത് പാരാമെട്രിക് ഇക്വേഷൻ ഉള്ളത് നിങ്ങൾ
പോയിന്റ്സ് തരികയാണെങ്കിൽ പുട്ട് ചെയ്ത് നോക്കിയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അതാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. അതായത് NC0 പ്ലസ് NC1 പ്ലസ് NC2 പ്ലസ് എക്സെട്ര പ്ലസ് NCn എന്താ? വിച്ച് ഈസ് 2 റേസ് ടു n. ഈ 1 പ്ലസ് എക്സ് ദി ഹോൾ റേസ് ടു ന്റെ എക്സ്പാൻഷൻ എന്നാണ് ഈ ഐഡിയാസ് ഒക്കെ വരുന്നത്. ഓക്കെ, ഈ 1 പ്ലസ് എക്സ് ദി ഹോൾ റേസ് ടു ന്റെ എക്സ്പാൻഷൻ എന്തായിരിക്കും? NC0 പ്ലസ് NC1x പ്ലസ് NC2x². ഓക്കെ, നിങ്ങൾക്ക് അറിയായിരിക്കും. പ്ലസ് എക്സെട്ര പ്ലസ് NCn എക്സ് റേസ് ടു n. ഞാൻ എക്സിന് 1 കൊടുത്താൽ ഇത് 2 റേസ് ടു n ഇക്വേഷൻ ആയിട്ട് കിട്ടും. അങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ ഇവിടെ ഈ 1 ഇല്ലേ, ഈ 1 നമുക്ക് എന്ത് ചെയ്താ 100C0 എന്ന് എഴുതിക്കൂടെടാ? 100C0 എന്ന് എഴുതാം. ഈ 1 എന്ത് ചെയ്താ 100C100 എന്ന് എഴുതാം. അപ്പൊ നമ്മുടെ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? 2 റേസ് ടു n ആണ്. എത്ര ഉണ്ട്? 100 എലമെന്റ്സ് ഉണ്ടാവും. അപ്പൊ 2 റേസ് ടു 100 ആയിരിക്കും നമ്മുടെ ആൻസർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഷുവർ ആയിട്ടും ചോദിക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇതിന് ഓപ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. 2 റേസ് ടു 100 ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ അപ്പൊ നമ്മൾ ഫിസിക്സിലെ ക്വസ്റ്റ്യനിലേക്ക് എത്തി. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് കറണ്ട് ഗിവൺ ആണ്. കറണ്ട് എന്താ പറയുന്നത്? 0.25 ആംപിയർ ആണ്. റെസിസ്റ്റൻസ് വോൾട്ടേജ് തന്നിട്ടുണ്ട്. വോൾട്ടേജ് എത്ര? 4 വോൾട്ട് ആണ്. നമുക്ക് റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഇത് 2R ആണ്, ഇത് 4R ആണ്, ഇത് 4R ആണ്, ഇത് 8R ആണ്. അപ്പൊ ഇത് റീഡ്രോ ചെയ്യുമ്പോൾ ഒരു 4 വോൾട്ട് ഇവിടെ ഉണ്ട് അല്ലെ? 4 വോൾട്ട് ഇവിടെ ഉണ്ട്. പിന്നെ പാരലൽ ആയിട്ട് വരാൻ പോകുന്നത് പാരലായിട്ട് വരാൻ പോകുന്നത് 6R ഉം 12R ആണ്. എന്ത് പാരലായിട്ട് വരാൻ പോകുന്നത് 8 ആണ്. 6R ഉം 12R ഉം പാസ് ചെയ്യുന്ന കറണ്ട് എത്രയാണ്? 0.25 ആംപിയർ. ദിസ് ഇസ് 4 വോൾട്ട്. അപ്പൊ നമുക്ക് എന്തറിയാം? I is equal to കറണ്ട് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ കറണ്ട് എത്രയാന്ന് പറയുന്നത് 0.25 ഈക്വൽ ടു വോൾട്ടേജ് എത്രയാണെന്നാണ് പറയുന്നത്? 4 വോൾട്ട് ഡിവൈഡഡ് ബൈ R എന്താ പറയുക? 6R ഉം 12R ഉം പാരലൽ. അപ്പൊ R എഫക്റ്റീവ് എടുക്കുമ്പോൾ എന്തായിരിക്കും? 6R into 12R ഡിവൈഡഡ് ബൈ R 18R എന്ന് വരും അല്ലെ? ഇത് രണ്ട് കട്ട് ചെയ്യും. അപ്പൊ 6നെ 6 കൊണ്ട് കിട്ടുമ്പോൾ 1, ഇത് 3. ഇപ്പൊ 12/3 4R ആണ് അല്ലെ? 4R ആണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ 4R. അപ്പൊ R is equal to എന്താ? 1/0.25 1/1/4. അപ്പൊ ആൻസർ എന്താ? 4 ഓം ആണ് കറക്റ്റ് ആൻസർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം. ഓക്കെ, 4 ഓം ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ I is equal to V by R എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ ഐഡിയ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്. ഇനി നമുക്ക് വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പൊ മാത്സിലേക്ക് നമ്മൾ തിരിച്ചെത്തി. ലിമിറ്റിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ ലിമിറ്റിന്റെ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കണേ. അല്ലാതെ നമ്മൾ ചെയ്യരുത്. ഇപ്പൊ 11 കൊടുക്കുമ്പോൾ ഇത് എന്തായിരിക്കും? 0/0 ഫോമിലേക്ക് മാറും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലോപ്പിത്താൽ റൂൾ യൂസ് ചെയ്യാം. നിങ്ങൾ എല്ലാ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ആയിരിക്കും പറയാം. ആക്ച്വലി ഇറ്റ് ഈസ് ലോപ്പിത്താൽ. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 11, ലിമിറ്റ് എക്സ് ടെൻസ് ടു 11, ന്യൂമറേറ്റർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 വരും. ഡിനോമിനേറ്റർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/2 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 48 ടൈംസ് ദ എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് എന്താണ്? 2x അല്ലേ? ഓക്കെ, -1 ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ ഈ 2 2 കട്ടായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സിന് 11 കൊടുക്കാം. എക്സിന് 11 പുട്ട് ചെയ്യുമ്പോൾ 1 ഡിവൈഡഡ് ബൈ 11 സ്ക്വയർ റൂട്ട് ഓഫ് 11ന്റെ സ്ക്വയർ എത്ര? 121. 121 പ്ലസ് 48 വരും. അപ്പോൾ ഇതെന്ത് വരും? 1/11 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 160 എന്ന് പറഞ്ഞാൽ 13 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താടാ? 13/11. അപ്പൊ എൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ എൽ ഹോസ്പിറ്റലിലെ ഹോപ്പിത്താൽ റൂൾ യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടും ഗെയിം എക്സാമിൽ ചോദിക്കും. ഓക്കെ, അന്ന് ചോദിക്കാണ്ട് ഒരു പേപ്പറോ ലിമിറ്റിൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ 13/11 ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഇനി ഓക്കെ, ഇഫ് 2 ഈസ് എ കൈനറ്റിക് എനർജി ഓഫ് എ മൂവിംഗ് പാർട്ടിക്കിൾ ഓഫ് മാസ് എം, ദെൻ വേവ് ലെങ്ത് അസോസിയേറ്റഡ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിന് ഇക്വേഷൻ അറിയണം. ഓക്കെ, ലാംഡ ഈസ് ഈക്വൽ ടു h/mv ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇൻ ടേംസ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി വേവ് ലെങ്ത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇതിന് തന്നെ വേറൊരു ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് കൈനറ്റിക് എനർജി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം കേട്ടോ. h/√of 2m കൈനറ്റിക് എനർജി എന്ന് പറയും. 2m കൈനറ്റിക് എനർജി. അപ്പൊ ഇവിടുത്തെ കൈനറ്റിക് എനർജി എന്താന്ന് പറയുന്നത്? 2e ആണെന്നാ പറയുന്നത്. അപ്പൊ h/√of 2m into 2e എന്ന് വരും അല്ലെ? അപ്പൊ h/√of 4 എന്താടാ? 2 √of me. ഇതാണ് ആൻസർ. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വളരെ പ്രോബബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ വേവ് ലെങ്തും എനർജിയും തമ്മിൽ ഇങ്ങനെ റിലേറ്റ് ചെയ്യാം. λ1/λ2 ചോദിച്ചാൽ √of E2/E1. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, റേഷ്യോ ടൈപ്പ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് പാർട്ട് 2 ആണെങ്കിൽ ചെയ്യാം. നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാം.